കാസർഗോഡ് ബസ്സിൽ വിദ്യാർത്ഥിനിക്ക് നേരെ അതിക്രമമെന്ന പരാതി. അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനാൽ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടെന്ന് ബന്ദിയോട് സ്വദേശിനി പരാതി നൽകി. കർണാടക RTC ബസ്സിലെ കണ്ടക്ടറെയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന്. അരുൺ, അതിനു മുമ്പായി ഒരു പ്രതികരണത്തിലേക്ക്. പിന്നെ ഇന്ന് മോർണിംഗ് അങ്ങനെ ഞാൻ ബസ് കയറിയപ്പോൾ എൻ്റെ മിസ്ബിഹേവ് ആക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ബാക്ക് ആർഗ്യൂ ആക്കാൻ സ്റ്റാർട്ടാക്കി. അതിന് ചൊടിച്ചിട്ട് ലൈക്ക് ഓനു ಕಂಡಕ್ಟರ್ ಡ್ರೈವರು ಕಂಡಕ್ಟರ್ ಒಕ್ಕತ್ತು ಕೂಡಿಟ್ಟು ಇಡೀ ಬಸ್ಸಲ್ಲಿ ನಾನು ಎಂದೆಲ್ಲ ಚೀತ ವಿಳಿಸಿ ಲೈಕ್ ಎಂದೆಲ್ಲ ಇನ್ಸಲ್ಟ್ ಹಾಕಿ ಲೈಕ್ ഓൻ്റെതെന്ത് തെറ്റില്ല ഞാൻ ഒറ്റ ഇതാക്കിയപ്പോൾ എന്തെല്ലാം ചീത്ത വിളിച്ച് അങ്ങനെ ഇതാക്കിയിട്ട് ലാസ്റ്റക്ക് നടു റോഡിൽ ബസ് നിപ്പിച്ചിട്ട് ഞാൻ ഇറക്കിന് ലൈക്ക് ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലൈൻറ്റ് ആക്കും, ഞങ്ങൾക്ക് റൂൾസ് എല്ലാം അറിയൂ, ലൈക്ക് ഇത് ഗവൺമെൻറ് ഇത് പബ്ലിക്കൊക്കെ അങ്ങനെല്ലാം ആക്കാൻ കഴിയല്ലോ, ഞാൻ അങ്ങനെല്ലാം പറഞ്ഞോണ്ടല്ലോ. അപ്പോൾ വെച്ചാൽ നിങ്ങൾക്ക് എന്താക്കാൻ കഴിയുന്നത് നീ ആയിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ ബസ്സിൽ നിന്ന് ഊന്നിട്ടിട്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ടാൽ എന്തൊരു അനീതിയാണ് നേരിട്ടത്. ബസ്സിൽ അപമര്യാദ പെരുമാറിയ ആളെ ചോദ്യം ചെയ്യുന്നു, അവിടെ ആ പെൺകുട്ടിയെ, പരാതി ഉന്നയിച്ച പെൺകുട്ടിയെ അപമാനിക്കുന്നു, വെല്ലുവിളിക്കുന്നു. കൊകുൽ, കാസർഗോഡ് ബന്ദിയോട് സ്വദേശിയാണ് ഈ വിദ്യാർത്ഥിനി. ബന്ദിയോട് നിന്ന് മംഗലാപുരത്തെ സ്വകാര്യ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നതിനിടെയാണ് ഈ കർണാടക RTC ബസ്സിൽ നിന്ന് കുട്ടിയോട് ഇങ്ങനെ നിരന്തരമായി മോശമായി പെരുമാറുന്നത്. കുട്ടി ബസ്സിൽ നിൽക്കുന്ന സമയത്തൊക്കെ കണ്ടക്ടർ വന്ന് കുട്ടിയുടെ ദേഹത്ത് സ്പർശിക്കുന്നു എന്നായിരുന്നു കുട്ടിയുടെ പരാതി. ഇതിനെ ചൊല്ലി ഇന്ന് രാവിലെ ഈ ബന്ദിയോട് നിന്ന് ബസ് കയറിയ സമയത്ത് ബസ്സിൻ്റെ പാസിനെ ചൊല്ലി ആദ്യം കണ്ടക്ടറും അതുപോലെ തന്നെ വിദ്യാർത്ഥിനിയും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് വിദ്യാർത്ഥിനി ഇത് ചോദ്യം ചെയ്യുകയായിരുന്നു. നിരന്തരമായി ശരീരത്തിൽ സ്പർശിക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനി ചോദ്യം ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് കുട്ടിയോട് കണ്ടക്ടർ രാമനാഥനും അതുപോലെ തന്നെ ഡ്രൈവറും ചേർന്ന് അപമര്യാദയായി പെരുമാറുകയും കുട്ടിയെ നടുറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്ത്. അങ്ങനെ പെൺകുട്ടി മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. ഇപ്പോൾ കണ്ടക്ടർ രാമനാഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ കാര്യങ്ങൾ, ഈ അന്വേഷണം പരിശോധിച്ച് വരികയാണ്, ഇതിൻ്റെ പുരോഗതി പരിശോധിച്ച് വരികയാണ്. ഈ കുമ്പള ലിമിറ്റിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിയെ അല്പസമയത്തിനകം തന്നെ കുമ്പള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഗോകുൽ, ശരി. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.